ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് ചാനൽസ്. അപ്പോൾ നമ്മൾ നാഗൂരെത്തി. ഇവിടെ റൂമെല്ലാം എടുത്ത് സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ട് വെക്കുകയും ചെയ്ത് ഈ ബാക്ക് കാണുന്നുണ്ടത് ദർഗയുടെ മേളിലാണ് കാണുന്നത്. നമുക്കിനി ഇവിടുന്ന് ദർഗയിൽ നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് പോകാം. നമുക്കിപ്പം വേറെ ഒരു സ്ഥലത്തോട്ട് പോകണം, ബംഗാൾ ഉൾക്കടലിലോട്ട് പോകാം. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങും. ഇവിടുന്ന് അങ്ങോട്ട് അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ റൂം. ഞാനിപ്പോൾ ഇങ്ങോട്ട് ചെയ്യുന്നത് ഇത് നോക്കാൻ വേണ്ടി വന്നേ. ഇവിടെ നേരെ താഴത്തെ ഇരിക്കും നമ്മുടെ നിൽക്കുന്നുണ്ടോ, ഉണ്ടോ 70-13. നമുക്കിത് അങ്ങോട്ട് ഇറങ്ങാം. നമുക്കോട് നമ്മളിത് വണ്ടിയുടെ അടുത്ത് വന്ന് നോക്കാം. 6 മിനിറ്റ് ഓട്ടം ഉണ്ട് ഇന്ന് ബീച്ചിലോട്ട്. ഇത് ബീച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഇത് പേര് മറന്ന് വരുന്നില്ലല്ലോ. ബസാർ, കൽമറ്റ് ബസാർ. നമ്മളിത് ഇവിടെ പറഞ്ഞ സ്ഥലം എത്തി. ഇതാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ. അവിടുന്ന് അങ്ങോട്ട് പോകാൻ ഇവിടെ തങ്ങടെ ഇതിനെ കാണിച്ചാൽ നമ്മളിത് ഇവിടെ എത്തി. ബംഗാൾ ഉൾക്കടലിൽ എത്തിയത് ഇതുണ്ട്. ഈ കാറുണ്ട്. സുന്ദരാന്ന്. പക്ഷേ ഞാനിവിടെ നിൽപ്പുണ്ട്, എന്നെ വിളിക്കല്ലേ ഇങ്ങനെ. ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കും. തനിയോ എൻ്റെ പ്രേതം വന്നു. എന്തായാലും അങ്ങോട്ട് നടക്കാം. നമ്മുടെ ഉണ്ണിക്കണ്ണ അങ്കപ്പാറക്കണ്ണ ഇതാണ് ബംഗാൾ ഉൾക്കടൽ. ഞാനിന്നും ബൂസ്റ്റ് കുടിച്ചില്ല ഗസ്. അതിൻ്റേതായ ക്ഷീണം എനിക്കുണ്ട്. എൻ്റെ ബൂസ്റ്റ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ, എന്നാലും ചെറിയൊരു പ്രശ്നം. കിഴങ്ങ് പൊരിച്ചിട്ട് വെക്കുന്നത് ഭയങ്കര കാറ്റുണ്ട് ഇവിടെ. ആളുകളൊക്കെ ഉണ്ട്. ഇതുണ്ട് നമ്മളിപ്പോൾ മേടിച്ചത് കിഴങ്ങിൻ്റെ. ഇത് ഞാൻ കഴിച്ചു നോക്കിയില്ല, നിങ്ങളും കഴിച്ച് നോക്കാതെ. അതെ, ബംഗാൾ ഉൾക്കടലിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബംഗാൾ ഉൾക്കടലിൽ കിഴങ്ങ് എനിക്ക് അങ്ങോട്ട് വലിയ ഇത് തോന്നിയില്ല. ഒരു ഇത് നമ്മൾ അത് തിന്ന് ഇതുണ്ടത്. കുതിര പോകണ്ട. ആളുകളെല്ലാം വെള്ളത്തിൽ കളിക്കുന്നു. വെള്ളത്തിലൊന്നും കടലിൽ കളിക്കുന്നു. ട്രെയിൻ കളിക്കുന്നുണ്ടോ? ട്രെയിൻ കോയലേ. അങ്ങനെയൊക്കെ കോയിക്കും, അങ്ങനെയൊക്കെ കോയിക്കും. അങ്ങ് പാലം കണ്ടോ? അത് പകുതി ഇവിടെ എത്താണ്ടൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ പേര് ഞങ്ങളുടെ കുടുംബമൊക്കെ ആയിട്ട് വന്നതായിരുന്നു. കേട്ട് വരാം. പാട്ട് മൊത്തം നനച്ച അഹങ്കാരമല്ലായിരുന്നോ? ഇതുണ്ടത് പാട്ട് മൊത്തം നനഞ്ഞു. അഹങ്കാരം അല്ല, എന്താ പറയുക. നീ ഈ പാൻറ് ഞാൻ ഉണക്കാനിടണമല്ലോ കുറച്ച് കഴിഞ്ഞ്. കൊച്ചിനെ മുക്കുന്നുണ്ട്. ഞാൻ പാൻറ് മേലെ കയറ്റി വെച്ചു.
അല്ല അതേ ഇറങ്ങിപ്പോകും. അതേ വരുന്നു വലുത്. അതേ വന്നു അതേ വന്നു അതേ വന്നു. ബാ 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 കൊയ്യ ബാ ബാ ബാ. ആ അങ്ങനെ ഞാൻ എന്താ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നു. വലുത് വരും. കുതിര കടലിലിറങ്ങിയില്ല മോനെ. ഇവിടെ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുക, ഞാനും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഫോണിൽ വെള്ളം തെറിക്കുന്നുണ്ട്. നമ്മളപ്പോൾ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് നടക്കുകയാണ്. ഇതുണ്ടോ ഒത്തിരി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ആ ഒരു പച്ചക്കറികളൊക്കെ ഇട്ടൊരു സാധനമുണ്ട്, ഉമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മേടിച്ച് തിന്നാം. ഉമ്മിക്ക് വേണ്ടി ഞാൻ തിന്നുകയാണ്. തിന്നാം. ഓ മറ്റേ ആ കുതിര ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ ദേഹത്തെല്ലാം വന്ന് ചെളി തെറിപ്പിച്ചിട്ട് പോയി. ആ ചെളിയെന്ന് വെച്ചാൽ കടലിൻ്റെ അതിൽ കൂടെ ഓടിയത് എൻ്റെ ദേഹത്തെല്ലാം മണ്ണായി. അഹങ്കാരം അല്ലയോ. പിന്നെ പോട്ട് പാവല്ലേ എന്ന് വെച്ച് വിട്ടതാ. വെറുതെ എന്തിനാ കുതിരയുടെ ഇടി മേടിക്കുന്നത്. ഇതേപോലെ മറ്റേ നേരത്തെ ആ കടലിൻ്റെ അതിൽ കൂടെ ഓടി വന്ന് ഇതാക്കിയത്. ഇവിടെ ഉണ്ടോ നമുക്ക് അവിടുന്ന് മറ്റേ മേടിക്കാം. ഞാനിവിടെ ചോദിച്ചായിരുന്നു. നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തിയത് ഞാനൊരു ഐസ്ക്രീം മേടിച്ച് അതിനിപ്പോൾ അത് കഴിച്ചിട്ട് പോകണ്ടേ. വണ്ടി ഉണ്ട് ലൈറ്റൊക്കെ ഇട്ട് മിന്നി കത്തണം. എങ്ങാനെ MVD കണ്ട എപ്പോൾ എടുത്ത് ആത്തിട്ടെന്ന് നോക്കിയാൽ മതി. അവിടെ ആളുകളൊക്കെ ഉണ്ട്. നമ്മളിത് അങ്ങനെ അവിടെ നിന്നെല്ലാം ഇറങ്ങി നമ്മുടെ റൂമിലോട്ട് പോവായിരുന്നു. നമ്മളിത് റെയിൽവേ പാളത്തിൻ്റെ അവിടെ നിൽക്കുക. സ്പീഡിൽ പോവണ്ടേ. ഇവിടെ ഞാനിവിടെ അത്യാവശ്യമായിട്ട് ഇരിക്കുമ്പോൾ പതുക്കെ പോകും. എന്തോ പരിപാടി ചെയ്ത് ഇത് ഗുഡ്സ് ട്രെയിനായിരുന്നു.